ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം അവലും വെച്ചിട്ട് അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് തൊലി കളഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നട കയറിയിട്ട് ഒരു 4 സ്ലൈസ് ആക്കുക. എന്നിട്ട് ഇതുപോലെ തിക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അധികം കനം കുറക്കണ്ട, ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പഴുത്ത പഴം എടുക്കണ്ട കേട്ടോ. ഇത് തൊലിയൊക്കെ കറുത്ത് ഒരുപാട് നാശാവാനായ സ്റ്റേജിലാവില്ല, അത് ആ ഒരു പഴം എടുക്കാതിരിക്കട്ടെ നല്ലത്. ഇനിയിപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നല്ല മെൽറ്റായതിനു ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമില്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കണം. പഴം വാട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് കളറ് മാറി ഒന്നൊരു ഫ്രൈ രൂപത്തിൽ കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ വാട്ടി കൊടുക്കില്ല, അതുപോലെ ഉണ്ട് ഒരുപാട് അങ്ങോട്ട് വാടണ്ട കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് കളറ് മാറി ഒരു ഫ്രൈ ആണ് രൂപമാകുമ്പോൾ എടുക്കുക. ഒരുപാട് വാടി ഉടഞ്ഞു പോകണ്ട കേട്ടോ. ഇതപ്പോൾ നമ്മളിവിടെ വാട്ടെടുത്തിട്ടുണ്ട്. അത് ഈ രൂപത്തിൽ മതി. നമ്മൾ ഒറ്ററ്റായിട്ട് കിടക്കുന്നൊരു സ്റ്റേജില്ലേ ആ ഒരു സ്റ്റേജിട്ട്, അല്ലാതെ വാടി ഒട്ടിപ്പിടിച്ച രീതിയിലാവണ്ട കേട്ടോ. നമുക്കത് പാനിൽ മാറ്റിയെടുക്കാം. പാനിൽ മാറ്റിയതിന് ശേഷം 1 കപ്പ് അവിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഞാൻ വെള്ള അവിലെടുത്തിരിക്കുന്നത്, കറുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ വറുത്ത അവിലാണെങ്കിൽ പിന്നെ നിങ്ങൾ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വറുക്കാത്ത അവിലാണ്. നമുക്കൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. വറുത്തിട്ട് നമ്മൾ സ്റ്റേജ് പോലെ നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ മിക്സ്ചറിൻ്റെ പോലെയൊക്കെ പൊട്ടുന്ന രീതിയിലാവുന്ന ആ ഒരു രീതിയിൽ വറുത്തെടുക്കുക കേട്ടോ. വറുത്ത പാക്കറ്റാണെങ്കിൽ പിന്നെ വറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര ആൾക്കാർ കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പഴം അവിലൊക്കെ അതിനനുസരിച്ച് കൂട്ടെടുക്കുക കേട്ടോ. ഇവിടെ അവിലൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതാണ്, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തേങ്ങയും അവിലൊക്കെ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ 2 ചെറിയ പീസ് അച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുക്കി തണുത്തതാണ് കേട്ടോ, ചെറിയ ശർക്കരയാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശർക്കരപ്പാനി ആക്കിയിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ അതിൽ കല്ലോ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പെടും, അപ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ആ ശർക്കരപ്പാനി ഈ അവലൊക്കെ കൂടി ഒന്ന് മിക്സായി കൊടുക്കുക. ഇനി ആ ശർക്കരപ്പാനി ഒന്ന് വറ്റി വരണം കേട്ടോ. വറ്റി വരുന്ന നമ്മൾ അവലൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അവലൊക്കെ നല്ല ഡ്രൈ ആയി വന്ന് ശർക്കരപ്പാനിക്ക് നല്ല വറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഴമില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പഴം പറഞ്ഞത്, ഈ പഴം ഇതിലേക്ക് എടുക്കുമ്പോൾ ഒറ്റയായിട്ട് കിടക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. കട്ട കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അത്രാണ്ട് മിക്സ് ആക്കുമ്പോൾ നമുക്കതായി കിട്ടില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയും എൻ്റെ ശർക്കര ഒരു വെള്ള കളർ ശർക്കരയായിരുന്നു, അതുകൊണ്ട് ഇത്ര കളറേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ലൊരു കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മുന്തിരി ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതുപോലെ നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് കഴിക്കാം, വൈകുന്നേരം ചായയുടെ കൂടെ ആണെങ്കിൽ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് ഉണ്ടാക്കാനും, കുട്ടികൾക്കാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.